10-25 വർഷത്തോളം എൻ്റെ ഡാഡിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ഈ തലയ്ക്കകത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫണ്ട് റേസ് ചെയ്യാൻ എളുപ്പത്തിൽ ഒരു മാർഗവും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. അല്ല മോനെ, അത് പറഞ്ഞു താനാമേട്ടാ. ഞാഞ്ഞൂളിനെ കൊരുത്ത് സ്രാവിനെ പിടിക്കുന്ന ആ വിദ്യ വർഷങ്ങൾക്ക് മുമ്പ് ഡാഡിക്ക് ഉപദേശിച്ചു കൊടുത്തില്ലേ? 10 പുത്തനുണ്ടാക്കാൻ അതേ ഉള്ള ഒരു വഴിയെന്ന്. ആ ഒരു ഉപദേശം ഇപ്പം എനിക്കെന്താ? അതാവുമ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയാ. കമ്പനികൾക്ക് വേണ്ടി ആവശ്യത്തിലധികം ചെലവാക്കാൻ കൈ നനയാതെ ഒരു ഫണ്ട് റേസിംഗ്, ഒപ്പം മറ്റൊരു ബിസിനസ്സും. ആ വഴിയെ പോണോ മോനെ? പോണം രാമേട്ട. ഒരു അബ്കാരി അച്ചായന്റെ കുപ്പായം കൂടി എനിക്ക് തുന്നിക്കണം. തലവേദന പിടിച്ച ഒരു ഫീൽഡ് അബ്കാരി ഫീൽഡ്. നല്ല പരിചയമില്ലെങ്കിൽ തകർന്നു പോകും. അങ്ങനെ തകരാതിരിക്കാനല്ലേ പരിചയസമ്പന്നായ രാമേട്ടൻ കൂടെയുള്ളത്. അത് വേണോ? വർഷങ്ങളോളം നിന്നിട്ടുണ്ട് മോന്റെ ഡാഡിയോടൊപ്പം ഈ ബിസിനസ്സിൽ സഹായിച്ച്. അങ്ങനെ ഒരു ബുദ്ധി ഉപദേശിച്ച ഞാൻ തന്നെ കണ്ടതാ ഡാഡിക്കുണ്ടായ പ്രശ്നങ്ങളും എണ്ണം കൂടി വന്ന ശത്രുനിരയും. അതുകൊണ്ട് തന്നെയാ കഴിഞ്ഞ തവണ ലേലത്തിൽ നിന്ന് തന്നെ ഡാഡി വിട്ടുനിന്നത്. എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ ഇനിയും അതിലേക്ക് തന്നെ പോണം. അതിന് വേണ്ടതെല്ലാം രാമേട്ടൻ തന്നെ ചെയ്യണം. എന്തായാലും അടുത്ത ലേലത്തിന് നമ്മളുണ്ടാവും. രാമേട്ടൻ ചെല്ലേ. ഒന്നുകൂടി ആലോചിച്ചിട്ട്. നോ. യെസ്. വാങ്കൽ കാരണം പറഞ്ഞ അറിഞ്ഞത് മോനിപ്പോ ഓഫീസിൽ വരാൻ തുടങ്ങിയെന്ന്. നന്നായി. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ മോനല്ലാതെ വേറെ ആരാ ഉള്ളത്? പിന്നെയുള്ളത് സാറാമ്മേടത്തി ആലീസ് മോളുവാ. അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചോ? ഇരിക്കൂ. ചുമ്മാ അങ്ങ് ശ്രമിച്ചാ പോരാ, ഒരു കടുംപിടുത്തങ്ങ് പിടിക്കണം ഡാഡിയെ പോലെ. എന്നിട്ടങ്ങ് തെളിയിച്ചു കൊടുക്കണം. 10 ഗുണം 10 ഗുണമാണെന്നേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അപ്പൻ ചോദിക്കും, എന്നിട്ടെന്തേ നീ ഇങ്ങനെ ആയെന്ന്. ഞാൻ പറയും 10 ഗുണം 10 ഗുണമാണെങ്കിൽ വിത്തുദോഷം 10 ദോഷമാണെന്ന്. ആ പിന്നെ അങ്കിൾ, ഒരു പ്രധാന കാര്യം ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ മോനെ കാര്യം? ആ കിച്ചുവിനെ റിമാൻഡ് ചെയ്ത കാര്യം അങ്കിൾ അറിഞ്ഞു കാണും അല്ലേ? എന്താ? നമുക്ക് അവനൊന്ന് കിട്ടണമല്ലോ അങ്കിൾ. കിട്ടണമെന്ന് പറഞ്ഞ അവനെ നമുക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടണം. അതിനെന്താ? കിട്ടുമല്ലോ. അതിന് നമ്മളെന്താ ചെയ്യണ്ടേ? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സർക്കിള് തന്നെ വിചാരിക്കണം. അയാൾ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിയെടുക്കണം. എങ്കിലത് ഉടനെ വേണം. അവൻ എനിക്ക് കിട്ടണമെങ്കിൽ. അല്ല, എന്തിനാപ്പ അവനെ കിട്ടിയിട്ട്?
സബ് ജയിലില് 3 നേരം ഉണ്ടു ഉറങ്ങിയുള്ള അവന്റെ ആ സുഖവാസം ഒന്ന് അവസാനിപ്പിക്കാം. വിശ്വങ്കലിനടുത്താവുമ്പോൾ അവന്റെ വാസത്തിനൊരു സ്റ്റാൻഡേർഡ് സുഖം കിട്ടും. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് പോയി കാണുകയും ചെയ്യാം. എന്തായാലും നമ്മുടെ സർക്കിളിനെ ഞാൻ സമ്മതിച്ചു. കണ്ണ് ചിമ്മണ നേരം കൊണ്ടല്ലേ അവനെ പൊക്കി അകത്താക്കിയത്. അങ്കിളിനതൊരു വാശിയായിരുന്നു, ഡാഡിയെ കൊന്നവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോ എനിക്കും വാശിയാ, അവനെ എന്റെ കൈ തന്നെ കിട്ടണമെന്ന്. നീ എന്താ ഇത്ര വൈകിയത്? ഒരു സ്ഥലം വരെ പോയിരുന്നു. സുശീലയും ഭദ്രനും വന്നിരുന്നു. എന്തിന്? കാശിന്റെ കാര്യത്തിനാണെങ്കിൽ ഇവിടെ വരരുതെന്ന് പറഞ്ഞല്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കൊടുക്കാനുള്ള കാശല്ലേ? കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. കൊടുക്കും, കിട്ടുമ്പോ. നീ എന്താ സുഖം ഇങ്ങനെ? എന്നായാലും കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയല്ലേ? അതിനുവേണ്ടി നീ കല്യാണിയുടെ അച്ഛനോട് പണം ചോദിച്ചതുമാണ്. എന്നിട്ടിപ്പോ എന്താ പെട്ടെന്നൊരു മാറ്റം? അതെ, കൊടുക്കാന്ന് വിചാരിച്ചു തന്നെയാ. ചോദിച്ചപ്പോൾ അവളുടെ അച്ഛൻ തരാന്നും പറഞ്ഞതാണ്. പക്ഷെ ഇനി അതൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കും ഞാൻ? നീ ആയിട്ട് തന്നെ അത് കിട്ടാതാക്കിയല്ലേ? മര്യാദക്ക് ഇന്ന് കാശ് വാങ്ങിച്ചെടുക്കുന്നതിന് പകരം നീ വലിയ വിപ്ലവം കാണിച്ചു. പിന്നെ ഞാൻ എന്താ വേണ്ടിയിരുന്നത്? കാശിന് വേണ്ടി മാത്രം അവളെ കെട്ടിവലിച്ചോണ്ട് നടക്കണമായിരുന്നോ? എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ അവളെ കെട്ടിയത്. അപ്പൊ പിന്നെ കുറച്ചൊക്കെ കെട്ടി വലിക്കണമായിരുന്നു. നല്ല ഉപദേശം. ഞാൻ എത്ര ഭാരം ചുമന്നാലും വേണ്ടില്ല. നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവാതെ സുഖമായി ജീവിക്കണം, അതല്ലേ വേണ്ടത്? സുഖു, ഒരു ചോദ്യത്തിന്റെ ഉത്തരം നീ ഇതുവരെ പറഞ്ഞില്ല. അവളെ എന്തിനാ നീ വീട്ടിൽ കൊണ്ട് വിട്ടത്? ഞങ്ങളൊക്കെ പലവട്ടം പറഞ്ഞൊന്നും ചെയ്യാത്ത നീ എന്തിനാ സ്വയം ചെയ്തത്? അതിന്റെ കാരണം തൽക്കാലം അമ്മ അറിയണ്ട. അതെന്താ ഞാൻ അറിയണ്ടാത്തത്? പറയടാ, എന്തിനാ നീ അവളെ ഇറക്കി വിട്ടത്? പറയാൻ. വല്ലവന്റെയും കൊച്ചിന് തന്തയാവാൻ എനിക്ക് പറ്റില്ല, അത്ര തന്നെ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. കാര്യമല്ലേ, അതിനിതൊക്കെ ധാരാളം. വെറുതെ എന്തിനാ എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി കൊണ്ടുപോന്നേ? ദാ ഇതൂടെ വെച്ചോ മോളെ. അവിടെ ഇപ്പൊ നല്ല തണുപ്പ് കാലമാണെന്നാ മാഷ് പറഞ്ഞേ. ഓരോന്ന് വേണ്ടെന്ന് വെച്ച് ഭാരം കുറയ്ക്കാൻ നോക്കുമ്പോ അമ്മ ഇങ്ങനെ ഓരോന്ന് വെച്ച് കൂട്ടിക്കും. ഓ, ഇതിനത്ര വലിയ ഭാരമൊന്നുമില്ല. ആ, പെട്ടിയും ചുവന്ന അമ്മയും കൂടെ വന്നാ മതി. ആ, വന്നോളാം. ഇങ്ങനെയുണ്ടല്ലോ ഒരു മടിച്ചി. കഴിഞ്ഞില്ലേ ദേവു? എത്ര നേരമായി? കഴിഞ്ഞു ചേച്ചി. ദാ ഇത്രയും കൂടി ഒന്ന് ബാഗിനകത്ത് കയറ്റിയ പണി തീർന്നു. അയ്യോ ഗ്രീഷ്മ ചേച്ചി, ആ ഫോൺ നമ്പേഴ്സ് എഴുതിയ ചെറിയ ബുക്ക് എവിടെ? ഇവിടെ തന്നെ കാണൂലോ. ഇതാണോ? നീ എന്തോ റെഫർ ചെയ്യാൻ കുറച്ച് ബുക്സ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു, എടുത്തായിരുന്നോ? ചേച്ചി, ആ ബുക്സ് എടുത്തില്ലേ? ആ, വെച്ചിട്ടുണ്ട്. ഇതും കൂടി വെച്ചോ. രാവിലെ ക്ഷേത്രത്തിലൊന്ന് പോകണം. ഒരു ദിവസത്തെ പൂജ ഇവളുടെ പേര് നടത്താമെന്ന് ഞാൻ നടന്നിട്ടുണ്ട്. കാലത്തെ ഞാനും വരുന്നു മാഷേ. ആർക്ക് വേണമെങ്കിലും വരാം, ഒരു വിരോധമില്ല. ആ, നിങ്ങൾ ഡൽഹിയിൽ എത്തുമ്പോഴേക്കും ശ്യാമേട്ട സ്റ്റേഷനിലേക്ക് വരുമല്ലോ അല്ലേ? അങ്ങനെ വിളിച്ചു പറഞ്ഞത്. നീ അഥവാ കണ്ടില്ലെങ്കിൽ തന്നെ അയാളുടെ ഓഫീസിലേക്കൊന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അവിടുന്ന് 10 മിനിറ്റത്തെ ദൂരെയുള്ള ഓഫീസിലേക്ക്. എന്തായാലും ഈശ്വരാനുഗ്രഹം തന്നെയാ പരിചയക്കാരനായിട്ട് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഭാഷ പോലും അറിയാത്ത നാട്ടിൽ ചെന്ന് അലയേണ്ടി വരില്ലേ? ആര് പറഞ്ഞു ഭാഷ അറിയില്ലാന്ന്? कौन बोला मुझे हिंदी नहीं मालूम? जीने के लिए थोड़ा बहुत हिंदी मैं भी बोल सकती हूँ. ആഹാ, ഈ നമ്പറൊക്കെ കയ്യിൽ വെച്ചിട്ടാണോ മിണ്ടാതിരുന്നത്? ഇങ്ങനെ 4 ഹിന്ദി വെച്ച് കാച്ചിയാ ഹിന്ദിക്കാർ പോലും പേടിച്ചോടിക്കോളും. എന്തായാലും ശ്യാമ അവിടെ ഉള്ള ഒരു അനുഗ്രഹം തന്നെയാ. ഇത്തരം ചില സന്ദർഭങ്ങളിലാ ശ്യാമിനെ പോലെ കുറെ നല്ല ശിഷ്യന്മാരുണ്ടായതിന്റെ ഗുണം മനസ്സിലാവുന്നത്. അതെ അതെ, അങ്ങനെ കുറച്ചുപേരുണ്ടായ ആവശ്യത്തിനുപകരിക്കും. പിന്നീട് അവരെ മറന്നു കളയരുത്, അത്രയുള്ളൂ. എന്താ മോളെ, അങ്ങനെ ഞങ്ങൾ അങ്ങ് മറക്കുവോ?
അല്ലേ തന്നെ സ്നേഹിക്കുന്നവരെ അങ്ങനെ അങ്ങ് മറക്കാൻ പാടുണ്ടോ? സംഗതി ശരിയാ, പക്ഷേ എല്ലാവർക്കും അതങ്ങ് പറ്റണ്ടേ ശാരദാമ്മേ? മനുഷ്യാവസ്ഥയല്ലേ, അറിയാതെങ്കിലും ഒന്ന് മറന്നു പോയാലോ? ആ, എല്ലാം റെഡി. ഇനി നേരെ ഒന്ന് വെളുത്താ മതി. പിന്നെ ഉള്ള സമയത്ത് എന്തേലുമൊക്കെ പഠിച്ചോണം കേട്ടോ. ദേവു, അച്ഛാ, ദാ കാർ വന്നു. ആ ശാരദേ, അവരെവിടെ? ദേവു, വേഗം ആട്ടെ. അതാ ഇറങ്ങി. ദാ കാർ വന്നു. എന്നാലേ ഞങ്ങൾ ഇറങ്ങുക. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ സൂക്ഷിക്കണേ മോളെ, പരിചയമില്ലാത്ത സ്ഥലമാ. ആ, അച്ഛൻ ഗുളികയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ ഇല്ലേ? ഉണ്ട്. മറക്കാതെ കഴിക്കണേ അച്ഛാ. ദേവു, ഓർമ്മിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അച്ഛന്റെ കാര്യം അറിയാലോ. സൂക്ഷിച്ചോണേ മാഷേ, ഒരുപാട് ദൂരയാത്ര ചെയ്യണതല്ലേ. എന്റെ ശാരദ, അതിന് ഞാൻ നടന്നാണോ ഡൽഹിക്ക് പോകുന്നേ? സ്റ്റേഷൻ വരെ കാറ്, അവിടെ നിങ്ങൾ ട്രെയിന്, പിന്നെന്താ? അവിടെ എത്തിയാലുടനെ ഇങ്ങോട്ട് വിളിക്കണം. എത്തുന്നതിന് മുമ്പ് തന്നെ വിളിച്ചേക്കാം പോരെ? ആ, സംസാരിച്ചോണ്ടിരുന്ന ട്രെയിൻ അതിന്റെ പാട്ടിന് പോകും. വാ. പോയിട്ട് വാ മോളെ, നന്നായിട്ട് എഴുതണം ടെസ്റ്റ്. ആ ദേവു, എവിടെ പോണെങ്കിലും അച്ഛനെയും കൂട്ടിയിട്ടേ പോകാവൂ. ഒന്ന് വേഗം വന്നേ. ഹലോ, ഈ ഡിക്കി ഒന്ന് തുറന്നേ. വേഗം വന്നേ. ആ പെട്ടി അങ്ങ് വെച്ചേക്ക്. ധൈര്യമായിട്ട് പോയിട്ട് വാ. എനിക്ക് ഉറപ്പുണ്ട് ഇതുപോലുള്ള എല്ലാ ടെസ്റ്റുകളും പാസ്സായി ദൈവം ഒരു ദിവസം വരും. ഇതുപോലൊരു കാറില് ഒരു ചുവന്ന ലൈറ്റൊക്കെ മിന്നിച്ച് ഒരു IAS കാര്യായി. വിഷ് യു ഓൾ സക്സസ് ആൻഡ് ഹാപ്പി ജേർണി. താങ്ക് യു. ബൈ. ഈശ്വര, നല്ലത് വരുത്തണേ. അമ്മേ, അമ്മേ, അമ്മേ. എന്താ? ഇതെല്ലാം ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടിരുന്നാ മതിയോ? ഒരു ജോഡിയെങ്കിലും എടുത്തൊന്ന് അയൺ ചെയ്ത് വെക്കായിരുന്നില്ലേ? ആർക്കാ ഇവിടെ അതിനൊക്കെ നേരം സുഖു? പിന്നെ ഇവിടെ ഉള്ളവർക്ക് എന്താ പണി? അത് കൊള്ളാം. എന്നാ നീ ഇവിടുത്തെ അടുക്കളപ്പണി വീട്ടുപണിയൊക്കെ ചെയ്യ്. ഞാനതെല്ലാം തേച്ചും എനിക്ക് വെക്കാം. എന്താ? എങ്കിൽ പിന്നെ ഞാൻ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അമ്മ വില്ലേജ് ഓഫീസിൽ പോയി എന്റെ പണി. അല്ല പിന്നെ വേറെ ഉണ്ടല്ലോ രണ്ടെണ്ണം. പിന്നെ പഠിക്കുന്ന പിള്ളേരവര്. പരീക്ഷയ്ക്ക് ചേട്ടന്റെ ഷർട്ട് തേച്ച് വെച്ചു എന്ന് വിശേഷം എഴുതിയാ മതിയോ? അവരവരുടെ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും നേരമുണ്ട്. ആ, അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഞാൻ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അമ്മ വില്ലേജ് ഓഫീസിൽ പോയി എന്റെ പണി. അല്ല പിന്നെ വേറെ ഉണ്ടല്ലോ രണ്ടെണ്ണം. പിന്നെ പഠിക്കുന്ന പിള്ളേരവര്. പരീക്ഷയ്ക്ക് ചേട്ടന്റെ ഷർട്ട് തേച്ച് വെച്ചു എന്ന് വിശേഷം എഴുതിയാ മതിയോ? അവരവരുടെ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും നേരമുണ്ട്. ആ, അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണം. സുഖമായിട്ട് നിങ്ങതാ, ഞാൻ തേച്ചു തരാം. വേണ്ടടി, നിന്റെ ഒന്നും സഹായം വേണ്ട. എന്താ ഏട്ടാ ഇത്? ഞങ്ങൾ തേച്ചു തരാം സുഖേട്ടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത്രയും ദിവസം ഉണ്ടായിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇനിയിപ്പോ വേണ്ട. അതങ്ങനെ, രണ്ടും വലിയ പഠിപ്പുകാരല്ലേ. പഠിപ്പ് കഴിഞ്ഞിട്ട് നേരം കിട്ടണ്ടേ? അതല്ല സുഖേട്ടാ. നീ ഒന്നും പറയണ്ടേ. ഇങ്ങനൊരു ചെറിയ സഹായം ചെയ്യാൻ പോലും നിനക്കൊന്നും പറ്റില്ല. അതങ്ങ് പറഞ്ഞാ മതി. സത്യം പറഞ്ഞ ഓർത്തില്ല സുഖേട്ടാ, അതാ ഉണ്ടായേ. ഓർക്കില്ല നീയൊന്നും, അതെനിക്കറിയാം.
ഓർക്കണെങ്കിലേ നിനക്കൊക്കെ കാശിന്റെ ആവശ്യം വരണം. ഇവിടെ എല്ലാവർക്കും അപ്പോഴല്ലേ എന്നെ ഓർമ്മ വരൂ. സുഖേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞങ്ങൾ സുഖേട്ടനെ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എത്ര നാളായി ഞങ്ങൾ ഈ പണികളൊക്കെ ചെയ്യാതായിട്ട്? ഓർമ്മയുണ്ടോ സുഖേട്ടന്? കല്യാണിയേട്ടത്തി ഇവിടെ വന്നതി പിന്നല്ലേ? അത് പിന്നെ ഏട്ടത്തി ഇതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കിയിട്ടില്ല. അതെ, ഇപ്പൊ ഏട്ടത്തി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ടത് തന്നെയാ. പക്ഷേ ഏട്ടത്തി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നൊരു തോന്നലാ മനസ്സില്. അതുകൊണ്ട് ഇതൊന്നും ഓർമ്മ വരാത്തെ. ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാം. അവൾ ഇവിടെ ഇല്ല. ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിരിക്കുക. എന്താ പോരെ? എടാ, കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഇവനെന്താ അത് പറ്റിയത്? ആ, സുഖം ഇറങ്ങിയോ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. തിരക്കിലാണോ? എന്താ? അല്ല, കല്യാണിയെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടെന്ന് കേട്ടു. അതെന്തായാലും വേണ്ടിയിരുന്നില്ല. സുഖു വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എല്ലാം വെറും തെറ്റിദ്ധാരണകളാ. തെറ്റിദ്ധാരണയാ? ഇത്രയും കാലം അമ്മാവൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നത്. ഉവ്വ്, സരസ്വതിയെ ഒന്ന് സൂചിപ്പിക്കാനായി പലതും ഞാൻ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിന്നോടും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാര്യങ്ങൾ ഇത്രയുടെ എത്തിക്കുമെന്ന് കരുതിയില്ല. ശരിക്കും പറഞ്ഞാൽ നിന്റെ ഭാര്യ ഒരു പാവമാ. കരയാനും ചിരിക്കാനും അല്ലാതെ ഒന്നും അതിനറിയില്ല. അവൾക്ക് അറിയാവുന്ന പലതും അമ്മാവൻ അറിയില്ല, അതാ കുഴപ്പം. ഒന്നും അറിയാതെ വെറുതെ കാലത്ത് ഉപദേശിക്കാൻ പറ്റില്ലേ? അമ്മാവൻ അറിഞ്ഞിടത്തോളം ഒക്കെ മതി. അത് വെച്ച് ഞാൻ പറയുക, ദ്രോഹ നീ ആ കുട്ടിയോട് ചെയ്തത്. സരസ്വതി ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതും മനസ്സിലാക്കാം. അവൾക്ക് അത്രയ്ക്കുള്ള വിവരേ ഉള്ളൂ. പക്ഷേ ഇത്രയും പഠിപ്പും വിവരമുള്ള നീ അവളുടെ വാക്ക് കേട്ട് തുളുന്ന് കാണുമ്പോഴാ. മതി, നിർത്ത്. ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഉപദേശവും കുമ്പസാരവും. ഇനി ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അമ്മാവൻ അമ്മയെ സൂചിപ്പിക്കാൻ അവളെ കുറ്റപ്പെടുത്തി. ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നത് ആരെ സൂചിപ്പിക്കാനാണോ? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല സുഖു. നിന്റെ ജീവിതം ഇങ്ങനെ ആയി പോകുന്നത് കണ്ടുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാ. എനിക്കറിയാം നിന്നെ. പുറമേ എത്ര പരുക്കനായിട്ട് അഭിനയിച്ചാലും നിന്റെ മനസ്സ് ശുദ്ധമാണ്. അത് ആർക്ക് വിട്ട് പന്താടാൻ നീ കൊടുക്കരുത്. അപ്പൊ എന്നെ തന്നെ സൂചിപ്പിക്കാൻ ഇറങ്ങിയതാണല്ലേ? ഇതിനുവേണ്ടിയല്ലേ ഈ വാചകമൊക്കെ? പോടാ, ആർക്ക് വേണം നിന്റെ കാശ്? സ്നേഹം തന്നതിന് നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുത്തു കാണും കാശ്. അത് സഹിക്കാൻ പറ്റാതായിരിക്കും അവളങ്ങ് പോയത്. അമ്മാവൻ 10 രൂപയ്ക്ക് വേണ്ടി നിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ട്. അത് നിന്നോട് സ്നേഹവും സ്വാതന്ത്ര്യമുള്ള ഉണ്ടാ. അതിനൊക്കെ നീ വിലയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഒരു കാര്യം അമ്മാവൻ പറയാം, നിന്റെ ഭാര്യയോട് നീ ചെയ്തത് അവൾ ക്ഷമിച്ചാലും ദൈവം ക്ഷമിക്കുകയല്ല. തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ സ്വയം ചിന്തിച്ച് തിരുത്ത.